ഇന്ത്യൻ ടീമിൽ ഇപ്പോ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് പ്ലെയേഴ്സ് എന്ന് പറയാൻ പറ്റുന്ന രണ്ട് പ്ലെയേഴ്സ് ആണുള്ളത്. സൂര്യകുമാർ ഇല്ലെന്ന് പറയണില്ല, പക്ഷെ അതിനേക്കാളും മുകളിൽ സഞ്ജു സാംസൺ നിൽപ്പുണ്ട് ഈ 2020 ഫോർമാറ്റില്. ഈ രണ്ട് പ്ലെയേഴ്സില് സൂര്യകുമാർ എപ്പോഴും പെർമനന്റ് പ്ലെയർ ആണ്. സഞ്ജു സാംസനെ സംബന്ധിച്ച് 10 കളി കൊടുത്തു കഴിഞ്ഞാൽ 7 കളിയിലും പുള്ളി ഔട്ട് ഓഫ് ഫോമായി വരുന്നുണ്ട്, ഔട്ട് ഓഫ് ഫോമായി പോകുന്നുണ്ട്. അത് തെറ്റൊന്നുമല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായ പ്രഷർ ഉണ്ടാവും, ഇല്ല അത് വേറെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഔട്ട് ഓഫ് ഫോം എന്ന് പറയുന്നത് ടീമിന്റെ പുറത്തോട്ടുള്ള വഴിയാണ്. പക്ഷെ അങ്ങനെയുള്ള സഞ്ജു സാംസണ് ആ ഔട്ട് ഓഫ് ഫോമിലും ഗാംഗുലി അടക്കമുള്ള പലരുടെയും പ്രഷറിന്റെ പുറത്ത് ഇന്ത്യൻ ടീമിൽ റെഗുലറായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. ഞാൻ ഇത് തന്നെ പറയുള്ളൂ, ഗാംഗുലി അടക്കമുള്ള പലരുടെയും പ്രഷറിന്റെ പുറത്ത്, അല്ലെങ്കിൽ പുറത്തു പോകേണ്ടത് തന്നെയാണ്. കാരണം ഗാംഗുലിയൊക്കെ പറയുന്നത് റെഗുലറായിട്ട് കളിപ്പിക്കൂ, പുറത്തു പോകുമെന്നുള്ളൊരു തോന്നലില്ലാതെ വരും. ആ തോന്നലില്ലാതെ വരുമ്പോൾ പ്ലെയർ ഓട്ടോമാറ്റിക്കായിട്ട് ഫോമിൽ വരും. അപ്പൊ അങ്ങനെ ഫോമിൽ വന്ന രണ്ട് പ്ലെയേഴ്സാണ് ഇപ്പോൾ ഈ സിംബാബ്വെക്കെതിരെയുള്ള കളിയിൽ അഭിഷേക് ശർമ്മയും പിന്നെ സഞ്ജു സാംസണും. പക്ഷേ ഞാൻ പ്രേക്ഷകരെടുത്ത് ചോദിക്കുന്നത്, സഞ്ജു സാംസൺ ഔട്ട് ഓഫ് ഫോമാണ്, എല്ലാ കാര്യങ്ങളും ന്യായീകരിക്കാൻ പറ്റുമെന്നുള്ള അങ്ങനെയല്ല. പക്ഷെ ഒരു ബെസ്റ്റ് തുടക്കം കൊടുക്കേണ്ടതുണ്ട്. സഞ്ജു സാംസൺ ഇതിനു മുമ്പേ ഉള്ള ലീഗ് കളിയിൽ നല്ലൊരു തുടക്കം കൊടുത്തു. ആ കളി ഇന്ത്യ സൂപ്പറായിട്ട് ജയിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളിയെ മാറ്റി നിർത്തി മറ്റ് പ്ലേയേഴ്സിനെ ഉൾപ്പെടുത്തി. അതൊന്നും കുറ്റമൊന്നുമില്ല, അതൊക്കെ മാനേജ്മെന്റിന്റെ തീരുമാനം. അതിനുശേഷം കടുത്ത പ്രതിസന്ധിയിൽ സഞ്ജു സാംസൺ എന്നുള്ള പ്ലെയർ ഇന്നലെ 15 ബോളിൽ 24 റൺ അടിച്ചുകൊണ്ടുള്ള വെടിക്കെട്ട് പെർഫോമൻസ് കൊടുത്തുകൊണ്ട് തുടങ്ങിയപ്പോൾ അഭിഷേക് ശർമ്മ നെറ്റ്സിൽ റെഗുലറായിട്ട് സ്ലോ ബോൾ പ്രാക്ടീസ് ചെയ്തതിന്റെ എഫോർട്ട്, കാരണം സ്ലോ ബോളിൽ കൂടെയാണ് സൗത്ത് ആഫ്രിക്ക നമ്മളെ മടക്കിയത്. അതിന്റെ പിന്നിലുള്ള രഹസ്യമൊന്നും ഞാൻ പറയണില്ല. എത്ര കോച്ചുമാരും പലരുടെയും ഉപദേശം കൃത്യമായിട്ട് പ്ലാനിങ് ആയിരുന്നു ഇപ്പോഴുള്ള ഇന്ത്യയുടെ ടീമിന്. പക്ഷെ ഇത് വിരാട് കോഹ്ലിയുടെ അടുത്തോ രോഹിത് ശർമ്മയുടെ അടുത്തോ നടക്കൂല സ്ലോ ബോൾ പരിപാടികളൊന്നും. പിന്നെ മറ്റിന്ത്യയിലെ പല പ്ലേയേഴ്സിന്റെ അടുത്ത് നടക്കൂല. കാരണം മുൻപ് നടക്കൂലെന്ന്, പക്ഷെ ഇപ്പൊ നടക്കും. 100% ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ സ്ലോ ബോൾ ഇട്ട് കഴിഞ്ഞാൽ ഇന്ത്യ റെഗുലർ സ്ലോ ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ 2 6 അടിക്ക് അടുത്തേക്ക് പോകും. കാരണം അതുകൊണ്ട് തന്നെ അതൊരു ഞെട്ടിപ്പ് സംഭവമില്ല. അങ്ങനെ നടന്ന ഈ വിഷയത്തിന്റെ പുറത്ത് നിന്നുകൊണ്ട് സഞ്ജു സാംസൺ കൊടുത്ത ഒരു ബാറ്റർ ഓപ്പണിംഗിൽ കൂടി സിംബാബ്വെക്കെതിരെ ഇന്ത്യ ഇന്ന് കളം നിറഞ്ഞ് ജയിച്ചിരിക്കുകയാണ്. പക്ഷെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ സഞ്ജു സാംസന്റെ കാര്യം കാണിക്കുന്നേ ഇല്ല. അത് കുഴപ്പമൊന്നുമില്ല. കാരണം 15 ബോളിൽ 22 അടിച്ചതിനേക്കാൾ 250 മുകളിൽ സ്കോർ അടിച്ച ഇന്ത്യ വളരെ 72 റൺസിന് സിംബാബ്വെ തോൽപ്പിച്ചുകൊണ്ട്